സൂപ്പർ ഹിറ്റാകുന്ന തമിഴ് മാസ് സിനിമകളുടെ ട്വിസ്റ്റുകളൊക്കെ തുടങ്ങുന്നത് പലപ്പോഴും സിനിമയുടെ ഇടവേളയ്ക്ക് ശേഷമാണ്. അങ്ങനെ ഒരു കാഴ്ചയാണോ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവും നൽകുന്നത് എന്നതാണ് ചോദ്യം. കരൂർ ദുരന്തത്തിലെ തിരിച്ചടി രാഷ്ട്രീയ കരിയർ അവസാനിപ്പിച്ചെന്നും വെല്ലുവിളിച്ച പലരോടും സഖ്യം കൂടി ഒടുവിൽ കടലാസ് പുലിയായി ചുരുങ്ങുമെന്നുമുള്ള പല രാഷ്ട്രീയ പ്രവചനങ്ങളും കാറ്റിൽ പറത്തി ദളപതി വിജയ് തിരിച്ചുവരികയാണ്. നാൻ റെഡി നീങ്ക റെഡിയ എന്ന് ഉറക്കെ ചോദിക്കുന്നു വിജയ് വീണ്ടും. മഹാബലിപുരത്ത് നടന്ന ടി.വി.കെ ജനറൽ കൗൺസിൽ യോഗത്തിൽ തമിഴ്നാട് വെற்றிക്കഴകം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റാരുമല്ല, വിജയ് തന്നെ. ടി.വി.കെയും ഡി.എം.കെയും തമ്മിൽ നേർക്കുനേർ പോരാണ് വരാനിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന വിജയ് ഏത് കരൂർ ദുരന്തമാണോ വിജയുടെ വാട്ടർലൂ ആകുമെന്ന് പരിഹസിച്ചത്, അതേ കരൂർ ദുരന്തം തന്നെയാകും ടി.വി.കെയുടെ പ്രധാന പ്രചാരണ അജണ്ടയാകുമെന്ന് വരികൾക്കിടയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. കരൂർ ദുരന്തം ഡി.എം.കെ വരുത്തിവെച്ചത് സ്റ്റാലിന്റെയും ടീമിന്റെയും ഗൂഢാലോചന എന്ന ടി.വി.കെ അണികളുടെയും നേതാക്കളുടെയും ആരോപണങ്ങൾ തന്നെയാകും അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ടി.വി.കെയുടെ പ്രധാന പ്രചാരണ പരസ്യവും സ്ലോഗനുകളും എന്നത് ഉറപ്പ്. അതുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഒരുപാട് തെറ്റായ വിവരങ്ങളും അപവാദ പ്രചാരണങ്ങളും ഉണ്ടായി. സത്യവും നിയമവും കൊണ്ട് എല്ലാം നേടിയെടുക്കുമെന്ന് ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തൊട്ടു പിന്നാലെ വിജയ്. ഇതിനൊപ്പം ഇതിനേക്കാൾ പ്രധാനം തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യത്തിലേക്കുമില്ല എന്ന ടി.വി.കെയുടെ തീരുമാനം കൂടിയാണ്. അതോടെ വെള്ളത്തിലായത് ആ സഖ്യം സ്വപ്നം കണ്ടു നിന്ന എ.ഡി.എം.കെ ആണ്. എ.ഡി.എം.കെ സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങളെല്ലാം വിജയ് തള്ളുന്നതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി എന്താകും എ.ഡി.എം.കെയുടെ ഭാവി എന്ന ചോദ്യം കൂടി ഉത്തരമില്ലാതെയാകും. കരൂർ ദുരന്തത്തിന് ശേഷം ഡി.എം.കെയെ നേരിടാൻ ബി.ജെ.പിയുമായി കൂട്ടുകൂടാതെ മറ്റൊരു വഴിയുമില്ല വിജയന് എന്ന പ്രവചനങ്ങളും ഇതോടെ കാറ്റിൽ പറത്തിയിരിക്കുന്നു ടി.വി.കെ. കൃത്യമായ ചുവടുവെപ്പാണ് വിജയുടെയും ടി.വി.കെയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയണം. അതല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കരൂർ ദുരന്തത്തിനു ശേഷം ഒരു സഖ്യത്തിലേക്ക് വിജയും ടി.വി.കെയും പോയിരുന്നെങ്കിൽ ബി.ജെ.പിക്കെതിരെ വിജയ് സിനിമകളിലൂടെ നടത്തിയ മാസ് ഡയലോഗുകൾ വരെ സ്റ്റാലിൻ ടീം പ്രചാരണത്തിന് ആയുധമാക്കിയേനെ. ജനങ്ങളെ ആദർശമൊക്കെ പറഞ്ഞ് വിജയ് വഞ്ചിച്ചു എന്ന് പറഞ്ഞേനെ. ആ രാഷ്ട്രീയ ചക്രവ്യൂഹത്തിൽ നിന്നാണ് വിജയ് സഖ്യമില്ല എന്ന തീരുമാനത്തിലൂടെ തലയൂരുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകും നിലപാട് എന്നത് അപ്പോൾ മാത്രം ചർച്ചയാകുന്ന കാര്യവുമാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിലെ വിജയ് ടി.വി.കെ സ്ട്രാറ്റജി? എം.ജി.ആർ മാതൃകയിൽ 38 ജില്ലകളിലൂടെ പദയാത്രയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അതുമായി വിജയ് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കുടിവെള്ളമില്ലായ്മ, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങൾ ഉയർത്തിയാകും ഡി.എം.കെക്കെതിരെ വിജയ് ജനങ്ങളെ അണിനിരത്താൻ ശ്രമിക്കുക.